ഹായ്. നമ്മൾ ഇന്ന് അപ്പോ യോഗ മെന്റലിസം എന്താണെന്ന് നോക്കാനല്ലേ വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? മെന്റലിസം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരുണ്ട്. അതൊരു ആർട്ടാണ്. യോഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യോഗ എന്ന് പറഞ്ഞാൽ ടീച്ചർ മുമ്പ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടല്ലേ, ശരീരത്തിനെയും മനസ്സിനെയും ഒന്നിപ്പിക്കുന്നത്, അതിന്റെ കൂടിച്ചേരലാണ് യോഗ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ടിലൂടെ നമുക്ക് കുറച്ച് യോഗാസനങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും? അങ്ങനെ വിശ്വാസമുള്ള ഒരു കൈപൊക്കിയേ. ആർക്കും വിശ്വാസമില്ല. ഞാനെങ്കിൽ അത് കാണിച്ചു തരട്ടെ. ഓക്കെ, ആദ്യം യോഗ മെന്റലിസത്തിന് ആരാണ് തയ്യാറ്? ആര്? മറ്റുള്ളവർ പറയണ്ട, അവര് സ്വയം അഭിപ്രായം പറയാം, സ്വന്തമായിട്ടുള്ള കാര്യം പറയാം. ഓക്കെ, ഞാൻ അത് കണ്ടുപിടിക്കാം വേറൊരു കാര്യം വെച്ചിട്ട്. ആരാണെന്ന് ഓരോരുത്തരും നമ്പർ എടുത്തേ. 1 2 3 4 5 എന്നുള്ളത് എടുത്തേ. 5. ഇതൊരു ഡയസ് ആണല്ലോ. ഈ ഡയസിൽ എത്ര സൈഡ് ഉണ്ട്? ഡയസിന് 12 ആണല്ലേ. 6. മിടുക്കായത്. നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധികളാണ്, അറിയാം. ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ഏത് ഡോട്ടാണോ വീണ അന്നൊരു ഇവിടെ ഒന്നാരാണ്? 1 2 3 4 5. അപ്പൊ 6 ആരാ? 6 വീഴുന്ന നമ്മൾ ഒന്നുകൂടെ ഇടും. 6 ഈ 5ൽ ഏതെങ്കിലും കിട്ടുന്നവരാ. അപ്പൊ ആരിടും? ഡൈസ് ഇടുന്നത് ആര്? ഇട്ടോ, ഇതിന്റെ പുറത്തിട്ടെ. നിലത്ത് പോയി 3 ആണ് വീഴുന്നത്. 3 കൈയോടി പ്രോത്സാഹിച്ചു കൊടുക്കുക. 3 വന്നോളൂ 3 കുട്ടി വന്നോളൂ. ഈ 3ക്ക് ഒരു വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എത്ര ശരീരമുണ്ട്? ഒരു ശരീരം. ഞാൻ പറയണില്ല 3 ശരീരം ഉണ്ടെന്ന് പറഞ്ഞ. ഇതില് ഡൈസിൽ 3 കുത്താണ് വീഴുന്നത്. ഞാൻ പറയണേ നമുക്ക് 3 ശരീരം ഉണ്ടെന്ന്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. അങ്ങനെ നമുക്ക് 3 ശരീരങ്ങളുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോ ഞാന് വന്നേ. ആവണി എവിടെ? ആവണി എനിക്ക് കാണിച്ച, തൊട്ട് കാണിച്ചു തന്നെ. അത് ആവണിയുടെ ഷോൾഡർ അല്ലേ? അപ്പൊ ആവണി എവിടെ? യോഗ നമ്മൾ പഠിക്കുമ്പോൾ 3 ശരീരം ഉണ്ടെന്ന് പറഞ്ഞു. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. അങ്ങനെയുണ്ട്. നമുക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഒരു രൂപം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യും, അപ്പൊ അത് കഴിഞ്ഞല്ലോ, ശരീരം കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ സ്ഥൂല ശരീരം ഏതെന്ന് നമുക്ക് സ്ഥൂല ശരീരം കണ്ടുപിടിക്കാം. മുമ്പ് ഇരുന്നോ. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ചോദിക്കുന്ന, മോളുടെ കയ്യിൽ എത്ര വിരലുണ്ട്? ഒരു കയ്യിൽ 5 വിരലുണ്ട്. 5 വിരലെന്നുള്ള ഒരു ഉത്തരം വന്നില്ലേ? അതിപ്പം മോള് ഇപ്പൊ കോമൺ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് 5. അപ്പൊ മോളുടെ മനസ്സിലുള്ള ആ ജ്ഞാനം, അറിവ്, അത് നമുക്ക് ഒന്നും അറിയില്ല. നമ്മളുടെ ആ ബ്രെയിനിന്റെ കപ്പാസിറ്റി, ചിന്ത, ഇതൊക്കെയാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അപ്പം സൂക്ഷ്മം, സ്ഥൂലം ഏകദേശമെങ്കിലും പിടികിട്ടിയ. സൂക്ഷ്മം നമ്മളായിട്ട് കാണാൻ പറ്റുന്ന. സ്ഥൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നാവുണ്ട്, നമുക്ക് നാവ് കാണാൻ പറ്റും. രുചി കാണാൻ പറ്റുമോ? രുചി കാണാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് സെൻസ് ആണ്. അത് നമ്മുടെ ബ്രെയിൻ ആണ്, നമ്മുടെ മനസ്സാണ് നമുക്കത് എരിവാണോ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്. അപ്പം സൂക്ഷ്മ സ്ഥൂല ഏകദേശം ആയിട്ട്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞൊരു ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഒരു കാരണം എന്ന് പറഞ്ഞൊരു അത്ഭുതമായ ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ആവും. അതാണ് നമ്മൾ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്നത്. അപ്പോ ഞാൻ ഈ ഷോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 3ാമത്തെ ഡൈസ് ഇട്ടില്ലേ, ഇതിന്റെ പിറകിൽ ആദ്യം പോവാം. ഈ 3 വിടുന്ന ആളിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആവണി പഠിക്കുന്ന സ്കൂൾ ഏതാ? ഫുൾ സ്കൂളിന്റെ ഫുൾ പേര് പറഞ്ഞേ. ഹോളി ട്രിനിറ്റി സ്കൂളിലാണ്. ശ്രീകാര്യമല്ലേ സ്കൂള് പഠിക്കുന്നത്. അപ്പൊ മോളോട് ഞാന് ഇപ്പൊ നമ്മൾക്കിപ്പം ഈ യോഗ മെന്റലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ യോഗയെ മെന്റലിസം എന്ന ആർട്ടിലൂടെ
നിങ്ങൾക്കും ഈ വയസ്സായവർക്കും രോഗികൾക്കും എല്ലാവർക്കും യുവജനങ്ങൾക്കും എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം എല്ലാവർക്കും യോഗ ആവശ്യമാണ്. കുട്ടികൾക്ക് വേണം, രോഗികൾക്ക് വേണം, വൃദ്ധരായവർക്ക് വേണം, യുവതി യുവാക്കൾക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും യോഗ അനിവാര്യമാണ്. അത് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ കുറേ ആസനാസ് ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കേ. ഓക്കെ, ആ ആസനം അപ്പോൾ മൈൻഡിൽ നന്നായിട്ട് വെച്ചേക്കുക. ഞാനിപ്പോൾ ആവണിയുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവുകയാണ്. ആ ആസനം ശരീരത്തിന് നല്ല വഴക്കം കിട്ടും, നട്ടെല്ലിന് നല്ല വഴക്കം കിട്ടുന്ന ആസനമാണെന്ന് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നു. ആവണിക്ക് ആ ആസനത്തെ കുറിച്ചൊരു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അതാണ് ഇപ്പം മൈൻഡിൽ തിങ്ക് ചെയ്യുന്നത്, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ. ഞാൻ ആസനം ഒന്ന് ചെയ്ത് കാണിച്ചു തന്നാലോ? ഉഷ്ട്രാസനം ഇതാണോ കണ്ടത്? ആണോ അല്ലേ? കൈയടിച്ചോ? ഉഷ്ട്രാസനം ഇതല്ലേ കണ്ടത്? കണ്ട, ഞാൻ ആവണിയുടെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ട. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല എന്ന്? ആർക്കെങ്കിലും സംശയം ഉണ്ടായിന്? ഈ ഉഷ്ട്രാസനം നിങ്ങൾ ഇനി മറക്കൂ? ഇല്ല, കാരണം നിങ്ങൾ ആദ്യമായി മെന്റലിസം എന്ന ഒരു ആർട്ടിലൂടെ ഉഷ്ട്രാസനം എന്ന് പറഞ്ഞൊരു ആസനം നിങ്ങൾ കണ്ടു. അതിന്റെ ഗുണങ്ങള് വന്നേ, ഇത് വായിച്ചേ. ഉഷ്ട്രാസനം എന്താണ്? നട്ടെല്ലിന്റെ വഴക്കം വർദ്ധിപ്പിക്കുകയും പുറം ഭാഗത്തെ പേശികൾക്ക് കരുത്ത് നൽകുകയും ചെയ്യുന്നു. നെഞ്ച് വികസിപ്പിച്ച് ശ്വാസം മെച്ചപ്പെടുത്തുന്നു. ഇത് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. തോളുകൾ, കഴുത്ത്, കാലുകൾ എന്നിവയ്ക്ക് ബലം നൽകുന്നു. അത് ആർക്കൊക്കെ ചെയ്തുകൂടാന്ന് നോക്കാം. എല്ലാവർക്കും എല്ലാ ആസനം ചെയ്യാൻ പാടില്ലല്ലോ. കടുത്ത നടുവേദന, കഴുത്ത് വേദന, ഉയർന്ന അല്ലെങ്കിൽ കുറഞ്ഞ BP ഉള്ളവർക്ക്, മൈഗ്രെയിൻ, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ എന്നിവയിലുള്ള ഈ പ്രശ്നങ്ങൾ ഉള്ളവർ ചെയ്യാൻ പാടില്ല. ഈ ആസനം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചെന്നിട്ട് ഫ്ലെക്സിബിൾ അല്ലാതെ ചെയ്യാൻ എവിടെയെങ്കിലും ഒക്കെ പിടിക്കുക. അതുകൊണ്ട് ഒരു യോഗാചാര്യന്റെ നിർദ്ദേശപ്രകാരമോ അതിന്റെ പ്രസൻസിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഏതാണ് ആസനം? ഉഷ്ട്രാസനം. ഓക്കെ, ഉഷ്ട്രാസനം മറക്കൂലല്ലോ. ആർക്കൊക്കെ ഇനിയിപ്പോ ചെയ്യണോന്ന് താല്പര്യം ഉണ്ടാവും ഉഷ്ട്രാസനം? ഇപ്പം ഒരിക്കൽ ചെയ്യണോ? വേണ്ട, അതൊക്കെ നമുക്ക് പിന്നീട് ദിവസം ചെയ്യാം. ഓക്കെ, അപ്പൊ ഉഷ്ട്രാസനം നമ്മൾ നോക്കി.